ഹലോ, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി വർക്കാണ്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അതിനായിട്ട് ആദ്യം ഒരു കവർ വേണം. പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ പൊട്ടിയ ചില്ലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ വേറെ എടുത്തിട്ട് പോരെ. അപ്പോൾ അടിപൊളി സാധനമാണ് ഉണ്ടാക്കുന്നത്. കടൽ ക്ലൗഡിൻ്റെ കണ്ട് ഇൻസ്പയർ ആയി ചെയ്യുന്നതാണ് കേട്ടോ. കടൽ ക്ലൗഡ് ചെയ്താൽ കണ്ടപ്പോൾ അപ്പോൾ തന്നെ വിശ്വസിച്ച് ഇട്ട് വെച്ചിട്ടായിരുന്നു എനിക്കിത് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 2 കൽപ്പിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ച് കുറേ അടിച്ച കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ടാപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ അത് ഊരിയെടുക്കലായിരുന്നു എൻ്റെ പണി. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി 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 ലാസ്റ്റ് ഊരി പോരുന്നുണ്ട്. അപ്പോൾ ഊരി പോരുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ ഫോൺ സ്റ്റാൻഡ് ഇതുപോലെ വളഞ്ഞങ്ങോട്ട് വീണ കേട്ടോ. അയാൾ നേർക്ക് വെച്ച് ഇതുപോലെ കുറേ ആ ടാപ്പൊക്കെ പോക്കി കുറേ കഷ്ടപ്പെട്ടാണ് ആ ചില്ല് നമ്മൾ അതിൻ്റെ പിരിച്ചെടുത്തിട്ടുള്ളത്. കൈമലൊക്കെ ചില്ലിൻ്റെ പൊടികളുണ്ടായിരുന്നു. പക്ഷെ ഒരു അത്ഭുതമുണ്ട്, ചില്ല് എത്ര ഇതാക്കിയിട്ട് എൻ്റെ കൈമൊക്കെ കൊത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ വർക്ക് ചെയ്തപ്പോൾ പോലും എൻ്റെ കൈമക്ക് ഈ ചില്ല് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ മൂത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇതുപോലെ ചില്ല് പൊടിച്ചു തരാൻ പറയാം. ചെറിയ കുട്ടികളൊന്നും അനുകരിക്കരുത്. അപ്പോൾ എൻ്റെ ക്യാമറ ഇതുപോലെ കീഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അത് അടിക്കുന്ന സമയത്ത് എന്തോ എഫക്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫോണിൻ്റെ സ്റ്റാൻഡ് ഇളകിയിട്ട് ഇങ്ങനെ തരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അടിച്ചടിച്ചടിച്ചത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്ര പൊടിയൊന്നുമല്ല. എന്നിട്ട് വലുതൊക്കെ നമ്മൾ അതിന് മാറ്റിയിട്ട് വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാർഡ്ബോർഡ് എടുക്കുക, പേപ്പർ കോപ്പി, ബട്ടർഫ്ലൈയുടെ പിക്ചർ ട്രേസ് ചെയ്തിട്ട് ആദ്യം ഞാൻ ചെറുതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ വലുതാക്കി കേട്ടോ. വലുത് ചെയ്തെടുത്തു. പിന്നെ നമ്മളുടെ ഓരോ ചില്ലും കഷ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചില്ല് എടുക്കരുത്. നമ്മളെ മുഖമൊക്കെ കാണാൻ പറ്റിയ ചില്ലാണ് എടുക്കേണ്ടത്. എന്നാലും നമ്മൾ ഈ സൺലൈറ്റിൻ്റെ അവിടെയൊക്കെ വെക്കുമ്പോൾ നല്ല രീതിക്ക് സ്പാർക്കിൾ ചെയ്യുള്ളൂ. പറയാൻ കിട്ടുന്നില്ല, എന്തെങ്കിലായിക്കോട്ടെ. അതിനിടയ്ക്ക് നമ്മളെ മേശയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ പെയിൻ്റ് അടിക്കൽ പരിപാടിയാണ്. ബ്ലൂ എടുത്തു. പിന്നെ എൻ്റെ അടുത്തുള്ള വൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കാറ് മനുഷ്യ കളറായിരുന്നു. പിന്നെ 2 മിക്സാക്കി ഞാൻ ആ ബട്ടർഫ്ലൈയുടെ ചില്ല് ഒട്ടിച്ചെടുത്ത സമയത്ത് ഒരു പസില് പോലെയാണ് കേട്ടോ. നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. കുറേ ടൈം എടുത്താണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും. സ്കൂളിൽ പോകാൻ നേരത്തും സ്കൂളിൽ വരുമ്പോഴും അങ്ങനെ ആയിട്ട് കുറേ പ്രാവശ്യം ഞാനത് റെഡിയാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യ കളർ കഴിഞ്ഞുകൊണ്ട് തന്നെ കടയിൽ പോയാണ്ട് ഞാൻ 25 രൂപയുടെ ഒരു വൈറ്റ് കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയപ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ വെള്ളം പോലെയായിരുന്നു. അപ്പോൾ എന്നോട് കടക്കാരർ പറഞ്ഞു അത് നല്ല രീതിക്ക് കുലുക്കിയാൽ മതിയെന്ന് വീട്ടിലെത്തിയിട്ട്. അപ്പോൾ അത് ആ പെയിൻ്റൊക്കെ അടിച്ച സമയത്ത് ഇങ്ങനെ കാണിച്ചു തരാൻ നിൽക്കുമ്പോൾ എൻ്റെ കൈ അട്ടിയാണ്ട് ഇതുപോലെ വൈറ്റ് ഇതായിട്ടോ. കടൽ ക്ലൗഡിൻ്റെ അതുപോലെ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ ഈ ഡോട്ടൊന്നും ഞാൻ ഇടണം വിചാരിച്ചതല്ല. പിന്നെ ഞാൻ അതുപോലെ ചെയ്തെടുത്തു, കടൽ ക്ലൗഡ് ചെയ്ത പോലെ. ഞാൻ ഈ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ ഒരു സാധനം വെച്ച്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ വിടുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വിടുന്നതാണ്. കയ്യിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ആ ഡിപ്പ് ചെയ്ത സാധനം ഫ്ലോപ്പായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നിട്ടോ. കരച്ചിലൊന്നുമല്ല, നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പകുതി വെച്ച് ഞാൻ നിർത്തി പോകണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാനത് വീണ്ടും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഫൈനൽ ലുക്ക്. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഷെയർ മറക്കണ്ട. എത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു കൂടെ. ബൈ.